വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വവുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്ക് തന്നെയാണ് പോകുന്നത്. നമുക്കറിയാം അവിടെ DCC പ്രസിഡന്റിനെ തല്ലിയത്, ഒപ്പം തന്നെ DCC സെക്രട്ടറിക്ക് തല്ലി കിട്ടിയത്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ പോസ്റ്റർ യുദ്ധവും വന്നിരിക്കുകയാണ്. ഈ ND അപ്പച്ചൻ അനുകൂലികളാണ് ഇപ്പോൾ പോസ്റ്റർ യുദ്ധവുമായി രംഗത്തിറങ്ങിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. IC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ മുൻ DCC പ്രസിഡന്റ് KL പൗലോസ്, KPCC അംഗം KE വിനയൻ എന്നിവർക്കെതിരെയൊക്കെയാണ് ഇപ്പോൾ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വയനാട്ടിലെ കോൺഗ്രസിൽ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു ഓരോ ദിവസവും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത. ജോഷ്ല ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ് വയനാട്ടിൽ നിന്ന് അവിടുത്തെ കോൺഗ്രസിലെ രാഷ്ട്രീയ സാഹചര്യം പങ്കുവയ്ക്കാനായി. ജോഷ്ല, എന്താണ് കഴിഞ്ഞ ദിവസം തൂത്തുവാരിയിട്ട് അടി, ഇന്നിപ്പോൾ പോസ്റ്ററുകൾ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മനു, വയനാട്ടിൽ DCCയിലെ പോര് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച രാവിലെയാണ് DCC പ്രസിഡന്റ് ND അപ്പച്ചനും അതുപോലെ തന്നെ DCC ജനറൽ സെക്രട്ടറി OR രഘുവിനും കോൺഗ്രസുകാരുടെ സഹപ്രവർത്തകരായ കോൺഗ്രസുകാരുടെ മർദ്ദനമേറ്റത്. അത് എന്ത് വിഷയത്തിലാണ് എന്നുള്ളതാണ് പ്രധാനം. സാധാരണ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, കോൺഗ്രസിൽ അടി നടക്കും എന്നുള്ളത്. കോൺഗ്രസിൽ അടി നടക്കും എന്നുള്ളതല്ല പ്രധാനം. കോൺഗ്രസിൽ എന്തിനാണ് അടി നടന്നത് എന്നുള്ളതാണ്. ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട്, ബാങ്ക് നിയമനത്തിൽ കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ND അപ്പച്ചന് സ്വാധീനമുള്ളവരെ മാത്രം ബാങ്ക് നിയമനങ്ങൾ സഹകരണ ബാങ്കുകളിലും സഹകരണ സ്ഥാപനങ്ങളിലും നിയമിക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള കടുപ്പിലാൻ ഫാമിലിയിൽ നിന്നും ആരെയും ഇത്തരം സൊസൈറ്റികളിലേക്ക് നിയമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചൻ എന്ന് പറഞ്ഞത് കോൺഗ്രസിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹത്തിന് അടി കിട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അപമാനകരമായ ഒരു കാര്യം കൂടിയാണ്. അദ്ദേഹം പിന്നീട് അത് നിഷേധിച്ചെങ്കിലും OR രഘു പിന്നീട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുകയുണ്ടായി. നെഞ്ചുവേദനയെ തുടർന്ന്, മർദ്ദനമേറ്റതിനെ തുടർന്നുണ്ടായ നെഞ്ചുവേദനയെ തുടർന്ന് ഈ പോര് അത് പിന്നീട് പുൽപ്പള്ളി പോലീസ് സ്റ്റേഷൻ കോമ്പൗണ്ട് വരെ എത്തുന്ന അവസ്ഥയിലേക്ക് മാറി. എബി എന്നയാളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക്, ND അപ്പച്ചനെ മർദ്ദിച്ച എബി എന്നയാളെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തെരുവിൽ മർദ്ദിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. എന്നാൽ ഇന്നലെ രാത്രിയോടുകൂടി അത് മറ്റൊരു വശത്തേക്ക് മാറിയിരിക്കുകയാണ്. പോസ്റ്റർ പ്രചാരണം ആരംഭിച്ചിരിക്കുന്നു. ഒന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിലെ പോസ്റ്റുകൾ. യൂത്ത് കോൺഗ്രസ് പുൽപ്പള്ളിയിലെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ആദ്യം പോസ്റ്റ് വന്നത്. ആ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് IC ബാലകൃഷ്ണൻ MLA-യും അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റായിരുന്ന KL പൗലോസും ഇപ്പോഴത്തെ KPCC അംഗം KE വിനയനും ഒക്കെ ചേർന്നാണ് അവരുടെ പിന്നിൽ നിന്നും ചരട് വലിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ND അപ്പച്ചനെ മർദ്ദിച്ചത് എന്നുള്ളതാണ്. അതൊരു വലിയ ഗ്രൂപ്പ് പോരായി മാറുന്നു. തെരുവിലെ യുദ്ധം ഇപ്പോൾ മറ്റ് രീതിയിൽ പോസ്റ്റർ യുദ്ധമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആ പോസ്റ്റർ യുദ്ധം സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമല്ല, സുൽത്താൻ ബത്തേരി ടൗണിലും മീനങ്ങാടി ടൗണിലും ഒക്കെ ആയി ഈ പോസ്റ്റർ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. IC ബാലകൃഷ്ണൻ MLA-യുടെയും ഈ DCC മുൻ പ്രസിഡന്റ് KL പൗലോസിന്റെയും അതുപോലെ തന്നെ KPCC അംഗം KE വിനയന്റെയും ഫോട്ടോ പതിച്ച് ഇവരെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്താക്കുക, ഇവരാണ് DCC പ്രസിഡന്റിനെ മർദ്ദിക്കാൻ കൂട്ടുനിന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റർ പ്രചരണം തെരുവുകളിൽ പോലും എത്തിയിരിക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് അധപ്പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് വയനാട് DCCയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. മനു, ശരി, ജോഷ്ലയാണ് ഈ വിവരങ്ങൾ വയനാട്ടിൽ നൽകിയത്. ജോഷ്ല പറഞ്ഞതുപോലെ പോസ്റ്റർ ഒട്ടിക്കുകയോ മർദ്ദിക്കുകയോ ചെയ്തതല്ല പ്രശ്നം. എന്തിനു വേണ്ടി പോസ്റ്റർ ഒട്ടിച്ചു, എന്തിനു വേണ്ടി മർദ്ദിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ DCC പ്രസിഡന്റ് ND അപ്പച്ചന് മർദ്ദനമേൽക്കേണ്ടി വന്നത് മറുഗ്രൂപ്പുകാരായ IC ബാലകൃഷ്ണൻ, ഒപ്പം തന്നെ KL പൗലോസ് അടങ്ങിയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. അവിടെ മർദ്ദനമുണ്ടാകാൻ കാരണം ഒന്ന്, ഈ സഹകരണ ബാങ്കുകളിലെ ഇഷ്ടക്കാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട പ്രശ്നം, മറ്റൊന്ന് ഏതൊക്കെയോ തരത്തിലുള്ള കോഴ വാങ്ങിയതുമായി ബന്ധപ്പെട്ട പ്രശ്നം. അങ്ങനെ നാറുന്ന കേസുകളുമായി ബന്ധപ്പെട്ടാണ് അടി പൊട്ടിയതെന്നാണ് അവരുടെ ഉള്ളിൽ നിന്ന് കേൾക്കുന്ന വർത്തമാനം എന്ന് പറയുന്നത്. ഇപ്പോൾ അതിനെതിരെ അപ്പച്ചൻ വിഭാഗം IC ബാലകൃഷ്ണനും ഒക്കെ എതിരെയുള്ള സംഘത്തിനെതിരെ പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്നു. അങ്ങനെ തമ്മിലടിയും പോസ്റ്റർ യുദ്ധവും ഒക്കെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിൽ എന്നാണ് ഇപ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്.